പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടുഗദർ വിത്ത് ജീസസ് എന്ന ഈ പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വാട്ട് എ വണ്ടർഫുൾ ഡേ ദ ലോർഡ് ഹാസ് ഗിവൺ us. കർത്താവ് നമുക്ക് ഒരുക്കിയ ഈ അതിമനോഹരമായ ദിവസത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇറ്റ്സ് എ ന്യൂ ഡേ, ഇറ്റ്സ് എ ന്യൂ മന്ത്, ഇറ്റ്സ് എ ന്യൂ സീസൺ. അങ്ങനെ വിശ്വസിക്കുന്നവർക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുക. അത് കാണാൻ ആഗ്രഹിക്കുന്നവർ പ്ലീസ്. കഴിഞ്ഞ മാസം ഇറ്റ് വാസ് ദ മന്ത് ഓഫ് ഓവർകമ്മിങ്, എല്ലാത്തിനെയും മറികടക്കുന്ന മാസമായിരുന്നു. പ്ലീസ്. എന്നാൽ ഈ മാസം, പുതിയ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കർത്താവ് പറഞ്ഞത് എഴുന്നേക്ക്. ഇറ്റ് ഈസ് ദ മന്ത് ഓഫ് റൈസിംഗ്. എഴുന്നേൽക്കുന്ന, നിങ്ങൾ എവിടെയാണോ വീണ് കിടക്കുന്നത് ആ വീണ് കിടക്കുന്ന സ്ഥലത്തു നിന്ന് ചാടി കുതിച്ചെഴുന്നേൽക്കുന്ന ഒരു മാസമായി ഈ പുതിയ സെപ്റ്റംബർ മാസം തീരട്ടെ. കർത്താവ് എല്ലാവരുടെയും ഐ നോ ദ ലോർഡ് ഈസ് വിത്ത് യു. കർത്താവ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അവന്റെ കരം നിങ്ങളുടെ കൂടെ തന്നെ വ്യാപരിക്കാൻ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലതിനുമായി. എനിക്ക് ചിലപ്പം എഴുന്നേൽക്കാനുള്ള വീട് കിടക്കുമായിരിക്കും, പക്ഷേ എന്നെ ശക്തീകരിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. ദർ ഇസ് എ പേഴ്സൺ ഹു സ്ട്രെങ്തൻസ് മീ. ഹിസ് നെയിം ഇസ് ജീസസ്. അത് യേശു എന്ന പേര്. യേശു ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹി വിൽ മേക്ക് യു സ്റ്റാൻഡ് അപ്പ്. ഈ എറൈസ് എന്ന് പറയുന്ന ഒരു വാക്കിന്റെ അർത്ഥം പ്രൈസ് സ്റ്റാൻഡ് അപ്പ് ആൻഡ് സ്റ്റാൻഡ് ഔട്ട്. മറ്റ് എന്തിൽ നിന്നും ഒരു വേർതിരിച്ച് നിങ്ങളെ നിർത്തുന്നതാണ് റൈസിംഗ്. പ്രൈസ്. എഴുന്നേറ്റ് സ്റ്റാൻഡ് അപ്പ്. പ്രൈസ്. ആരോട് പറയുക? ഈ പ്രാരംഭ സമയത്ത് തന്നെ എന്നോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഒന്ന് എഴുന്നേറ്റ്, ഒന്ന് എഴുന്നേറ്റ്, ഒന്ന് സ്റ്റാൻഡ് അപ്പ്. ഏത് സിറ്റുവേഷനിലാണോ ഉടഞ്ഞു കിടക്കുന്നത് അവിടെ നിന്ന് ഒന്ന് കുതിച്ചൊന്ന് എഴുന്നേറ്റ്. കർത്താവ് കൂടെ ഉണ്ടെന്നേ. ഈ മാസം കർത്താവ് കൂടെയുണ്ട്. സെപ്റ്റംബർ ഇറ്റ് വിൽ ബി എ മന്ത് ഓഫ് വിക്ടറി. ഇറ്റ് വിൽ ബി ഇന്നലെ മീറ്റിംഗിന്റെ ഇടയിൽ കർത്താവ് പറഞ്ഞ ഒരു കാര്യമേ, ഇറ്റ്സ് എ മന്ത് ഓഫ് ന്യൂ ബിഗിനിങ്. പക്ഷെ ഈ റൈസിങ്ങും ന്യൂ ബിഗിനിങ്ങും ഇതെല്ലാം ബെസ്റ്റാണ്. വാട്ട് ഷുഡ് ഐ ഡു ടു അച്ചീവ് ഇറ്റ്? അതെങ്ങനെ എനിക്ക് കരസ്ഥമാക്കാൻ പറ്റും, എങ്ങനെ അതിനെ എനിക്ക് സ്വന്തമാക്കാൻ പറ്റും? അതാ ഇന്ന് പകൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഓരോ ദൈവമക്കളെയും ഞാൻ അറിയിക്കുന്നു. ഇന്നൊരു പുതിയ മാസം തുടങ്ങുക. സെപ്റ്റംബർ മാസത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചിരിക്കുക. കഴിഞ്ഞ മാസം ഓരോ മാസവും അത്ഭുതകരമായി കർത്താവ് നമ്മളെ നടത്തി. അതിനായിട്ട് നമുക്ക് ആദ്യം നന്ദി പറയാം. കർത്താവ് എത്ര അത്ഭുതകരമായി, നമ്മൾ ചിന്തിച്ചതിലും ഏറ്റവും ബെസ്റ്റായിട്ട് കർത്താവ് നടത്തി. ചില കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചിട്ട് നടന്നില്ലായിരിക്കാം, പക്ഷെ അത് അത്ഭുതമാകാൻ പോവുക, അത് അതിശയമാകാൻ പോവുക. എന്റെ കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. കർത്താവിന്റെ കയ്യിൽ കൊടുത്ത ഒരു വിഷയത്തിനും മറുപടി ഇല്ലാതെ കർത്താവ് ഇതെന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ലെന്ന് കർത്താവ് പറഞ്ഞില്ല. അത്ഭുതം നടന്നു. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതം നടത്താൻ കർത്താവ് മതിയായവനാ. ഇന്ന് എഴുന്നേറ്റ് പ്രകാശിക്കുക എന്ന് പറഞ്ഞപ്പോൾ വീണ് കിടക്കുന്നിടത്തൊന്ന് എഴുന്നേൽക്കുക. എങ്ങനെ നമുക്ക് എഴുന്നേൽക്കാൻ സാധിക്കും? വചനത്തിൽ പറയുന്നുണ്ട്, നീ വീണാലും നിലംപരിചായി പോകത്തില്ല. ആ വചന സങ്കീർത്തനങ്ങൾക്കകത്ത് പറയാ, നീ വീണാലും നിലംപരിചായി പോകത്തില്ല. നിന്നെ താങ്ങുന്ന ഒരു കരമുണ്ട്. ആ കരത്തിൽ പിടിച്ചൊന്ന് എഴുന്നേറ്റാൽ മതി. ആ കരം നമ്മളെ പിടിച്ചിരിക്കുക. അയ്യോ എനിക്ക് വയ്യെന്ന് പറഞ്ഞിരിക്കാതെ യേശു എന്റെ കൂടെയുണ്ട്, എന്റെ കരത്തിൽ യേശുവാ പിടിച്ചിരിക്കുന്നത്, ഞാൻ യേശുവിന്റെ കൂടെയാ നടക്കുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മള് വിശ്വസിച്ചുകൊണ്ട് അങ്ങനെ തന്നെ കർത്താവ് ഉണ്ടെന്ന് നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ട് ഒന്ന് എഴുന്നേറ്റേന്ന്. പ്രശ്നത്തിൽ നിന്ന്, പ്രതികൂലത്തിൽ നിന്ന്, കടഭാരത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന് എല്ലാത്തിനെയും ഒന്ന് കുടഞ്ഞു കളഞ്ഞേ. അപ്പോസ്തലനായ പൗലോസിനെ ആ മിലീത്ത ദ്വീപിൽ വെച്ച് അണലി കടിച്ചപ്പോ അതൊക്കെ ഉടഞ്ഞ ആ തീയിലേക്ക് ഇട്ട് കളഞ്ഞതുപോലെ നമ്മുടെ വിഷയങ്ങളെ യേശു എന്ന തീയിലേക്ക്, പരിശുദ്ധാത്മാവ് എന്ന തീയിലേക്ക് ഒന്ന് ഇട്ട് കളഞ്ഞ് യേശുവിന്റെ നാമത്തിൽ ഞാൻ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞൊന്ന് ചാടി എഴുന്നേറ്റേ. അത്ഭുതം നടക്കുമെന്നേ. ഈ മാസം അത്ഭുതത്തിന്റെ മാസമാ, അതിശയത്തിന്റെ മാസമാ. നമ്മൾ നോക്കുമ്പോൾ ചുറ്റും പ്രതികൂലങ്ങളായിരിക്കും, പക്ഷെ അവിടെയും എന്റെ കർത്താവ് അത്ഭുതകരമായി നമ്മളെ ഓരോരുത്തരെയും നടത്താൻ മതിയായവന്. ആ യേശുവിന്റെ നാമം, ആ അത്ഭുത മന്ത്രി എന്ന, വീരനാം ദൈവമെന്ന, എല്ലാത്തിനെയും ജയിച്ച ജയാളി എന്ന കർത്താവിന്റെ നാമത്തിന്റെ പേര്, ആ നാമത്തിലാണ് നമ്മൾ വിശ്വസിച്ചത്. അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. അങ്ങനെയുള്ള ഒരു യേശുവിലാണ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ കുടുംബവും ഒരിക്കലും തകർന്നും തളർന്നും പോകത്തില്ല. കർത്താവ് കൂടെയുണ്ട്.
എത്ര വലിയ ഉറപ്പും എത്ര വലിയ ധൈര്യവും അല്ലെ. നമ്മള് കൂടെ ഉണ്ടെന്ന് പറയുന്ന ഈ ലോകത്തിൽ നമ്മൾ വിചാരിക്കുന്ന പലരും നമ്മളെ ഇട്ടിട്ട് പോകും. പക്ഷെ ഒരിക്കലും നമ്മളെ തള്ളാത്ത, ഉപേക്ഷിക്കാത്ത, നമ്മുടെ ഏത് പ്രതിസന്ധിയിലും, ഈ പ്രതിസന്ധികളെ മനുഷ്യർ ഇട്ടിട്ട് പോകുന്ന ഏറ്റവും വലിയൊരു സ്ഥലം. നമ്മളൊരു പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എന്നോട് കഴിഞ്ഞ ദിവസം സംസാരിക്കുമ്പോൾ ഒരു സഹോദരൻ പറയായിരുന്നു, എന്റെ 2 ഫോണും മാറി മാറി അടിക്കുന്ന സമയങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇന്ന് ഒരു വലിയ പ്രതികൂലത്തിലൂടെ പോകും, ഒരു മനുഷ്യൻ പോലും എന്നെ വിളിക്കുന്നില്ല. അപ്പൊ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും മനുഷ്യരൊക്കെ ഇട്ടിട്ട് പോകുകയും ഉപേക്ഷിക്കുകയും ചെയ്യും. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്റെ കർത്താവ് ഒരിക്കലും ഇട്ടിട്ട് പോകത്തില്ല. അവൻ സ്വർഗം ചായിച്ച് എന്റെ വിഷയത്തിന്റെ അകത്ത് എന്റെ കർത്താവ്, ഗോഡ് ഇസ് നോട്ട് കംഫർട്ടബിൾ ഇൻ ഹെവൻ, സോ പക്ഷെ സ്വർഗം ചായിച്ച് ഹി വിൽ സ്ലാൻഡർ ദ ഹെവൻ ആൻഡ് കം ഡൗൺ. ആ സ്വർഗം ചായിച്ച് എന്റെ അടുത്തോട്ട് എന്റെ കർത്താവ് ഇറങ്ങി വരും, എന്റെ കൂടെ നിൽക്കും. കർത്താവ് തന്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് എന്റെ കൂടെ തുണ നിൽക്കും. തന്റെ ശക്തിയേറിയ ദൂതന്മാരെ കർത്താവ് എനിക്ക് വേണ്ടി അയക്കും. വിശ്വസിച്ചാൽ മതി. പ്ലീസ്, നിങ്ങളുടെ തല ഒരിക്കലും താഴ്ന്നു പോകാൻ സമ്മതിക്കത്തില്ല. സോ ഇറ്റ്സ് എ ന്യൂ മന്ത്, ഇറ്റ്സ് എ ന്യൂ ബിഗിനിങ്. ഈ മാസം കർത്താവ് പ്രാരംഭത്തിൽ എനിക്ക് തന്ന വചനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വചനമാണ്. ഇറ്റ്സ് ദ ബുക്ക് ഓഫ് യെശയ്യാ പ്രവചനം, അതിന്റെ 60-ാം അധ്യായം, അതിന്റെ 1-ാമത്തെ വാക്യം. ദൈവവചനം പറയേ, റൈസ്, എഴുന്നേറ്റ് പ്രകാശിക്കുക. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ പറയുകയാണ്, ഒന്ന് എഴുന്നേറ്റ്. എവിടെയാണ് നിങ്ങൾ കിടക്കുന്നത്? എവിടെയാണ് നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെട്ടത്? എവിടെയാണ് നിന്റെ സന്തോഷം പിശാച് കവർന്നുകൊണ്ട് പോയത്? എവിടെയാണ് ആരോഗ്യം നഷ്ടപ്പെട്ടത്? എവിടെയാണ് ഭൗതികമായി തകർന്നു പോയത്? എവിടെയാണ് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ പ്രൈസ്ലോ തകർച്ച വന്നത്? അവിടുന്ന് ഒന്ന് എഴുന്നേക്ക്. കർത്താവ് പറയാണ്, എഴുന്നേറ്റ് പ്രകാശിപ്പ്. ഞാനൊരു കാര്യം പറയാം, ദൈവവചനത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അകത്തൊരു ഫുൾ സ്റ്റോപ്പിനും ഇതിന്റെ അകത്ത് ഇട്ടിരിക്കുന്ന ഒരു കോമായ്ക്കും അതിന് പോലും അർത്ഥങ്ങളുണ്ട്. ഒരു എക്സ്ക്ലമേഷൻ മാർക്കിന് ഇതിന്റെ അകത്ത് ഒരു അർത്ഥമുണ്ട്, ഒരു പങ്ക്ച്വേഷന് ഒരർത്ഥമുണ്ട്. പ്രൈസ് ദി ലോർഡ്. സോ കർത്താവ് ഒരു വാക്ക് എഴുന്നേൽക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഹി വാണ്ട്സ് ടു സീ us arise. കർത്താവ് എന്നെ ഒന്ന് കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുകയല്ല, ഞാൻ എഴുന്നേൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ എഴുന്നേക്കാൻ? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സാധിക്കും. പല വിഷയങ്ങളിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. കർത്താവിന്റെ മുഖത്തോട്ട് ഒന്ന് നോക്കി ഒന്ന് ചാടി കിടക്കുന്നവരോട് പറയുകയാണ്, എഴുന്നേക്കാൻ പറയുകയാണ്. നോക്ക്, നടക്കുന്നവരോട് പറയുകയാണ്, ഓടാൻ പറയുകയാണ്. ഈ വചനം എനിക്ക് തരുന്ന ബലം അതാണ്. നടക്കുന്നവരോട് പറയുക, ഓടാൻ പറയുക, ഓടുന്നവരോട് പറയുകയാണ്, പറക്കാൻ പറയുകയാണ്. അതാണ് ഈ വചനത്തിന്റെ ശക്തി. എഴുന്നേക്ക്, എറൈസ് ആൻഡ് ഷൈൻ. എഴുന്നേറ്റ് പ്രകാശിക്കാം. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം വിശ്വസിക്കുന്നുണ്ടോ? കർത്താവിന്റെ തേജസ്, കർത്താവിന്റെ കൃപ, കർത്താവിന്റെ ഗ്ലോറി നിന്റെ മേൽ ഉദിച്ചിരിക്കാൻ. ഈ സെപ്റ്റംബർ മാസം യു ആർ ഗോയിങ് ടു സീ മൈറ്റി തിങ്സ്. എവിടെയാണോ നീ തകർന്നു കിടന്നത്, എവിടെയാണോ ഉടഞ്ഞു പോയത്, അവിടെ എന്റെ കർത്താവ് പുതുക്കി പണിയുന്ന മാസമായിരിക്കും. there are going to be new beginnings. പുതിയ തുടക്കങ്ങൾ ഈ മാസം ഉണ്ടാകും. പ്രൈസ്. അതുപോലെയുള്ള വഴികൾ കർത്താവ് ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ തുറക്കും. പ്രൈസ്. ഈ മാസം എന്തായി തീരുമെന്ന് വിചാരിക്കുന്നവരോട് ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കി പറയുകയാണ്, ഈ മാസം കുടഞ്ഞെഴുന്നേൽക്കുന്ന മാസമായിരിക്കും. ഈ മാസം കുതിച്ചെഴുന്നേൽക്കുന്ന മാസമായിരിക്കും. ഏത് പ്രതിസന്ധിയാണെങ്കിലും ആ പ്രതിസന്ധിക്ക് അതിന് അല്പായുസേ ഉള്ളൂ കേട്ടോ. കടന്നു പോകുന്ന ഏത് പ്രതിസന്ധിക്കും അതിന് അല്പായുസേ ഉള്ളൂ. ഇത് ഷോർട്ട് ലീവ്ഡ്. എന്നാൽ എന്നെ നിത്യതയ്ക്കായിട്ടാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത്. പറഞ്ഞേ, നിങ്ങളോട് തന്നെ ഒന്ന് പറഞ്ഞേ, ഐ എം എൻ എറ്റേണൽ ബീയിങ്. ഞാനൊരു നിത്യജീവിയാണ്. ഐ ഹാവ് ഗോട്ട് എവർലാസ്റ്റിംഗ് ലൈഫ് ഇൻസൈഡ് മീ. എന്റെ അകത്ത് നിത്യജീവനാണ് ഇരിക്കുന്നത്. ഒന്നിനും ഞാൻ നോക്ക്, അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നത് കെടുന്ന ബീജത്താൽ അല്ല, കെടാത്ത ബീജത്താൽ. ദ ഇംപെരിഷബിൾ സീഡ് ഇസ് ഇൻസൈഡ് മീ. കെടാത്ത ബീജത്താൽ എന്നെ നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുകയാണ്. അകത്ത് വലിയൊരു മഹത്വം ഇരിപ്പുണ്ടെന്നേ, അകത്തൊരു ഗ്ലോറി ഇരിപ്പുണ്ടെന്നേ. ആ ചാടി എഴുന്നേൽക്കാനുള്ള, കുതിച്ചെഴുന്നേൽക്കാനുള്ള ആ ഗ്ലോറി നിങ്ങളുടെ അകത്ത് കർത്താവ് വെച്ചിട്ടുണ്ട്. വിൽ യു അറൈസ്? വിൽ യു സ്റ്റാൻഡ് അപ്പ്? ആ സാഹചര്യത്തിൽ വിൽ യു സ്റ്റാൻഡ് അപ്പ്?
അയ്യോ എനിക്ക് ബുദ്ധിമുട്ടാണ്, എനിക്ക് കടമാണ്, എന്റെ മെഡിക്കൽ റിപ്പോർട്ട് ഭയങ്കര നെഗറ്റീവാണ് എന്ന് പറഞ്ഞ് കട്ടിലേ കയറി കിടക്കാനല്ല. പ്ലീസ് വിൽ യു സ്റ്റാൻഡ് അപ്പ്? കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ ആരോട് ചോദിക്കുകയാണ്, വിൽ യു സ്റ്റാൻഡ് അപ്പ് ഇൻ ദിസ് സിറ്റുവേഷൻ? ഇതിന്റെ അകത്ത് എന്റെ ദൈവത്താൽ ഞാൻ പടക്കുറ്റത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലതിനും മതിയായവനാണ്. എല്ലായിടത്തും യേശുക്രിസ്തു മുഖാന്തരം എനിക്ക് ജയമുണ്ട്. പ്രൈസ് വിൽ യു സ്റ്റാൻഡ് അപ്പ് ഓൺ ദ വേർഡ് ഓഫ് ഗോഡ്? കർത്താവ് പറഞ്ഞിരിക്കുന്ന ആ വാക്കിൽ വിശ്വസിച്ച് ഒന്ന് കുതിച്ചെഴുന്നേൽക്കാമോ? ദിസ് ഇസ് മൈ ടൈം. ഒന്ന് പറഞ്ഞ്, ഇത് എന്റെ അവസരമാണ്, ഇത് എന്റെ സമയമാണ്. ഇത് തന്നെ സുപ്രസാദ ദിവസം, ഇത് തന്നെ രക്ഷാ ദിവസം, ഇത് കർത്താവ് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ ദിവസം. ഈ മാസം കർത്താവ് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ മാസമാണ്. ഐ വിൽ റിജോയ്സ് ഇൻ ഹിസ് പ്രസൻസ്. ഞാൻ സന്തോഷിക്കും. ഉടയത്തില്ലെന്നേ, തകരത്തില്ല. റൈസ്. എന്നിട്ട് മൂന്നാം വാക്യത്തിൽ പറയുകയാണ്, അവന്റെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാകുമെന്ന് പറഞ്ഞിട്ട് ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. നീ തലപൊക്കി ചുറ്റും നോക്കും. നീ തല താന്നാണോ ഇരിക്കുന്നത്? തല താന്നിരിക്കുകയാണോ? ദൈവവചനം പറയാണ്, നീ തല പൊക്കി ചുറ്റും നോക്കും. തല ഉയർന്നിരിക്കട്ടെ, തല നേരെ ഒന്ന് വെച്ചേ. നോക്കിയേ, ഇച്ചിരി ധൈര്യവും ബലവും ഒക്കെ ഉള്ളവർ എങ്ങനെയാ വരുന്നത്? തല കുനിച്ചല്ല പോകുന്നത്. അവര് തല ഉയർത്തിപ്പിടിച്ച് പ്രൈസ്. ഞാൻ എന്റെ കണ്ണ്, ദാവീദ് പറയുകയാണ്, എന്റെ കണ്ണ് ഞാൻ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന്? എന്റെ അത്ഭുതം വരുന്നത് മുകളിൽ നിന്നാണ്. പ്രൈസ്. കർത്താവിന്റെ വിശുദ്ധന്മാരോട് പറയുകയാണ്, നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിപ്പീൻ. നോക്ക്, എല്ലാം ഉയരുന്ന കാര്യമാണ്. ദൈവ ഉയർച്ച തന്നെ പ്രാപിക്കും. ഉയരുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ യെശയ്യാ പ്രവാചകൻ പറയാണ്, നിന്റെ തല ഒന്ന് ഉയർത്തി ഒന്ന് പിടിച്ച് നോക്ക്. നിങ്ങൾ 59 അധ്യായങ്ങൾ പൂർത്തിയാകുമ്പോൾ നോക്കിയാൽ പ്രൈസ്, അവിടെ ഒത്തിരി നെഗറ്റിവിറ്റി എല്ലാം എഴുതിയിട്ടുണ്ട്. ആ യെശയ്യാ പ്രവചനം നമ്മൾ ആദ്യം മുതൽ വായിക്കുമ്പോൾ, എന്നാൽ 60 മുതൽ അങ്ങോട്ട് വായിച്ച് 66 വരെയുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ പ്രൈസ്, എനിക്ക് അസാധാരണമായ ധൈര്യം തരുന്ന, വലിയൊരു പുറപ്പാട് തരുന്നത്, എവിടെയാണോ വീണ് കിടക്കുന്നത് ആ വീണ് കിടക്കുന്ന സ്ഥലത്തു നിന്ന് എന്നെ എഴുന്നേൽപ്പിച്ച് എനിക്ക് കറേജ്, എനിക്ക് ശക്തി തരുന്നതാണ് പ്രൈസ് 60 മുതൽ 66 വരെയുള്ള അധ്യായങ്ങൾ. ഒന്ന് എഴുന്നേറ്റേ. ആ കർത്താവിന്റെ ഇതിന്റെ അകത്ത് എഴുതിയിരിക്കുന്ന ഒരു വാക്കും കേട്ടോ, ഒരു വാക്കും മാറത്തില്ല. ഫിയർ നോട്ട്. ആരോട് പറയാം? ഭയപ്പെടരുത്. ഇന്ന് കടന്നു പോകുന്ന ആ സാഹചര്യങ്ങളിൽ ഭയപ്പെടരുത്. അവിടെ ഒന്ന് തല ഉയർത്തിപ്പിടിച്ചൊന്ന് നിന്നാ മതി. പ്രൈസ്. അയ്യോ ബ്രദറെ, ഒത്തിരി പ്രതിസന്ധിയാ, ഒത്തിരി പ്രതികൂലമാണ്. ഇപ്പൊ ജപ്തി ഒന്നും തൊടത്തില്ല. ഞാൻ ധൈര്യത്തോടെ പറയാം, ഞാൻ അങ്ങനെ സമാനമായ അനുഭവങ്ങളിൽ കടന്നു പോകുന്ന തങ്കുബ്രദർ ഉൾപ്പെടെ ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്ലീസ്. തങ്കുബ്രദർ തന്റെ വാമൊഴിയാൽ താൻ പറയുന്ന ഒരു കാര്യമുണ്ട്. പലപ്പോഴും പറയും, എന്റെ വീട്ടിൽ ജപ്തി മേളയായിരുന്നു. ഏത് ബാങ്ക് ആദ്യം ജപ്തി വന്നായിരുന്നു അവര് നോക്കിക്ക, തൊടത്തില്ല. പ്ലീസ്. യു ആർ ഹൈലി ഫേവേർഡ്, യു ആർ ഹൈലി പ്രൊട്ടക്റ്റഡ്. നിങ്ങൾ കർത്താവിന്റെ ചിറകിന്റെ കീഴിൽ കർത്താവ് നിങ്ങളെ മറച്ചു വെച്ചിരിക്കുകയാണ്. നിന്നെ ഒന്നിനും തൊടാൻ സാധിക്കത്തില്ല. അപ്പൊ ഈ റൈസ് എന്ന് പറയുന്നതിന് മുമ്പ് അതിന്റെ 59 അധ്യായം ഒന്ന് വായിക്കോ. 59 അതിന്റെ 20, 21 അവസാന അതിന് തൊട്ടു മുമ്പ് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. എന്നാൽ സിയോനും യാക്കോബിൽ അതിക്രമം വിട്ടുതിരിയുന്നവർക്കും അവൻ വീണ്ടെടുപ്പുകാരനായി വരുമെന്ന് യഹോവ. അതിക്രമം വിട്ട് തിരിയുക. ഈ എല്ലാത്തിന്റെ പിന്നിലും പ്രീശ്രം ഒരു ടേണിംഗ് ഉണ്ട്. റിപ്പന്റ് ആൻഡ് ടേൺ. അവിടെയാ നിന്റെ അതിക്രമം വിട്ട്. എവിടെയെങ്കിലുമൊക്കെ എന്റെ ജീവിതത്തിൽ ഞാൻ മാറ്റം കൊണ്ടുവരും എന്ന് തീരുമാനിക്കുന്ന ഒറ്റ തീരുമാനത്തിലാണ് കർത്താവിന്റെ പ്രവൃത്തി നടക്കുന്നത്. ഇവിടെ നോക്കിയേ. എന്നാൽ സിയോനും യാക്കോബിന്റെ അതിക്രമം വിട്ടുതിരിയുന്നവർക്കും അവൻ വീണ്ടെടുപ്പുകാരനായി വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നിട്ട് അവരോട് പറയുന്ന പ്രോമിസ് ഒന്ന് നോക്കിക്കേ. ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമവും ഇതാകുന്നു എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. നിന്റെ മേലുള്ള എന്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്നെ എന്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്നും
ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോകുകയില്ല എന്ന് യഹോവ അരുളിച്ചെയ്തു. ഇന്നു മുതൽ കർത്താവ് അവരോട് ഗോഡ് ഇസ് ഗിവിംഗ് ദം എ പ്രോമിസ്. ഇന്നു മുതൽ നിന്റെ മാത്രമല്ല, നിന്റെ തലമുറകളുടെ മേലും നിന്റെ തലമുറകളുടെ തലമുറകളുടെ മേലും. പ്രൈസ്. ഞാനൊരു കാര്യം പറയാം, കർത്താവിനെ സ്വീകരിച്ചാൽ ഇറ്റ് ഈസ് എ ജനറേഷണൽ ബ്ലെസ്സിംഗ്. കേവലം ഒരു തലമുറ കൊണ്ട് കഴിഞ്ഞു പോകുന്നതല്ല. ഈ അപ്പോസ്തല പ്രവൃത്തി 2 മനോഹരമായ ഒരു വാക്യമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടം ആ വാക്യം. ഈ വാഗ്ദത്തം, ഈ പ്രോമിസ് ഉണ്ടല്ലോ, ഈ വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കുമുള്ളത്. ദിസ് ഇസ് എ ജനറേഷണൽ ബ്ലെസ്സിംഗ്. കർത്താവിനെ, ഒരു വീട് കർത്താവിനെ സ്വീകരിച്ചാൽ, ഒരു വ്യക്തി കർത്താവിനെ സ്വീകരിച്ചാൽ അവരുടെ തലമുറകളെ പോലും കർത്താവ് മറക്കത്തില്ല. നോക്കി, എബ്രഹാമിനെ ദൈവം തെരഞ്ഞെടുക്കുമ്പോൾ എബ്രഹാമിനോട് പറയുകയാണ്, ഞാൻ എബ്രഹാമിന്റെ, ഞാൻ നിന്റെ തലമുറകളുടെ കൂടെ ഇരിക്കും. അല്ലെ, പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് എബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം. എന്റെ കർത്താവ് തലമുറകളുടെ ദൈവമാണ്. എന്നാൽ ഇന്ന് എനിക്ക് ധൈര്യത്തോടെ വിളിച്ചു പറയാം, എനിക്ക് എബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും കെയർ ഓഫ് ഒന്നും വേണ്ട. എനിക്ക് അവനെ അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ. പ്രൈസ് ലോ. നോക്ക്, അവരെല്ലാം ദൈവത്തിന്റെ ദാസന്മാരായിരുന്നെങ്കിൽ എന്നെയും നിങ്ങളെയും പ്രൈസ് ലോ നോക്ക് കർത്താവിന്റെ മക്കളാക്കി. ഹി ഹാസ് ഗ്രാഫ്റ്റഡ് മീ ഇൻടു ഹിസ് കിങ്ഡം. ദൈവരാജ്യത്തിലേക്ക് കർത്താവ് എന്നെ ആക്കി വെച്ചിരിക്കുന്നു. ഐ ആം ദ ചൈൽഡ് ഓഫ് ഗോഡ്. ഞാൻ ദൈവത്തിന്റെ സ്വന്തമാണ്, ഞാൻ ദൈവത്തിന്റെ അവകാശിയാണ്. യേശുക്രിസ്തുവിനോട് കൂടെ ഞാൻ കൂട്ടവകാശിയാണ്. അവരെക്കാട്ടിലൊക്കെ എത്രയോ ഉയർന്ന തലങ്ങളിലാണ് കർത്താവ് എന്നെയും നിങ്ങളെയും ആക്കിയിരിക്കുന്നത്. പ്രൈസ് ലോർഡ്. നോക്കിക്കേ, ഈ രക്ഷ എനിക്കും നിങ്ങൾക്കും മുൻ കർത്താവ് ഒരുക്കി വെച്ചിരിക്കുകയായിരുന്നു. അതിനായിട്ട് കർത്താവിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. എത്ര വലിയ ഭാഗ്യമാണ്. ഇവിടെ ദൈവവചനം പറയുകയാണ്, നോക്ക്, വിട്ടുതിരിയുന്നവർക്ക്. എനിക്ക് ആ വാക്ക് എന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ എന്റെ മനസ്സിനെ തൊട്ടൊരു വാക്യമാണ്, വിട്ടുതിരിയുന്നവർക്ക്. ചില കാര്യങ്ങളിലൊക്കെ ഞാനൊരു മാറ്റം എന്റെ ജീവിതത്തിൽ കൊണ്ടുവരും എന്ന് തീരുമാനിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ അസാധാരണമായ ഉയർച്ച, അസാധാരണമായ വഴികൾ, ദൈവത്തിന്റെ വഴികൾ കർത്താവ് വിസ്മയത്തോടെ മാത്രമേ നമുക്ക് നമ്മളെ നോക്കി കാണാൻ പറ്റത്തുള്ളൂ. അതുപോലെയുള്ള വഴികൾ എന്റെ കർത്താവ് ജീവിതങ്ങളിൽ തുറക്കും. ബ്രേസ്. നോക്ക്, കർത്താവിന് വേണ്ടി നിന്ന് ഒരാളും താന്നു പോയിട്ടില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോലും ചിന്തിക്കാത്ത ചില തലങ്ങളിലൊക്കെ നമ്മൾ താന്നു പോയി കാണും. ചിലപ്പോൾ നമ്മൾ പലപ്പോഴും ഇങ്ങനെയൊന്നും ആകണമെന്ന് നമ്മൾ ആരെങ്കിലും പാപം ചെയ്യണമെന്ന് വിചാരിച്ച് പാപം ചെയ്യുന്നതാണ്. അതിന്റെ അകത്ത് നമ്മൾ അറിയാതെ നമ്മൾ പെട്ടുപോയതാണ്. നോക്ക്, പിശാച് നമ്മളെ എന്ത് ചെയ്താ പെടുത്തി. ആദ്യത്തെ പാപം എവിടെയുണ്ടായി? ശീല ആദ്യത്തെ പാപം സ്വർഗത്തില്. അറിയാമോ? ദ ഫസ്റ്റ് സിൻ, ആദ്യത്തെ പാപം സ്വർഗത്തിലാണ് നടന്നത്. നോക്ക്, ദൈവം ദൂതന്മാരെ കൽപ്പിച്ച് സൃഷ്ടിച്ചപ്പോൾ താന് പ്രധാന 3 ആർക്ക് ഏഞ്ചൽസിനെയാണ് സൃഷ്ടിച്ചത്. ഒന്ന് ഗബ്രിയേലായിരുന്നു, ഒന്ന് മിഖായേലായിരുന്നു, മൂന്നാമത് ലൂസിഫർ ആയിരുന്നു. 3 പ്രധാന ദൂതന്മാർ. നോക്ക്, ഗബ്രിയേൽ മെസ്സഞ്ചർ ആയിരുന്നെങ്കിൽ, മിഖായേൽ നോക്ക് യുദ്ധവീരനാണ്, എവിടെയും കർത്താവിന് വേണ്ടി പുറപ്പെട്ടു പോകുന്ന യുദ്ധവീരനായ ദൂതനായിരുന്നു. എന്നാൽ ലൂസിഫർ നോക്കി, ആരാധനയുടെ ഹി വാസ് ഇൻ ചാർജ് ഓഫ് ദ വർഷിപ്പ്. നോക്ക്, ഗബ്രിയേൽ ലൂസിഫർ അവിടെ വർഷിപ്പ് ലീഡ് ചെയ്യുമ്പോൾ അസാധാരണമായ ഗ്ലോറി ഓഫ് ഗ്ലോറീസിൽ അതിഭയങ്കര ഗ്ലോറിയസ് ആവും. അതുപോലെയുള്ള മഹത്വമാണ് ഇറങ്ങുന്നത്. അവന്റെ ശരീരം പോലും നോക്ക് നിർമ്മിച്ചിരിക്കുന്നത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ദൈവവചനം പറയുകയാണ്. നോക്ക്, അതുപോലെയുള്ള, അപ്പം തന്റെ ഉള്ളിൽ അറിയാതെ കയറിയ ഒരു കാര്യമാണ് പ്രൈഡ്. നമ്മൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 14-ാം അധ്യായം നമ്മൾ നോക്കിയാൽ അതിന്റെ 14-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതിന്റെ 12-ാമത്തെ വാക്യം ഒന്ന് നോക്കി. അതിന്റെ 14-ാം അവൻ അസാധാരണമായ പ്രൈഡ് ഉണ്ടായി. അവിടെ അവൻ പറയുകയാണ്, ഞാൻ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുകളിൽ കയറും, ഞാൻ ദൈവത്തിനോട് സമനായി തീരും. എവിടെയെങ്കിലും പ്രൈഡ് കയറി വന്നിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും നമ്മൾ ഇടിച്ചു കളയേണ്ട, ജീവിതത്തിൽ ഇടിച്ചു കളയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇവിടെ നമ്മൾ മുമ്പേ വായിച്ചതുപോലെ ഇഫ് യു ആർ സബ്ജക്ട് ടു ചേഞ്ച്, എവിടെയെങ്കിലും
ഒന്ന് മാനസാന്തരപ്പെടാൻ തീരുമാനിച്ചാൽ അവിടെ അസാധാരണമായ മഹത്വം ഉണ്ടാകും. അവിടെ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകും, അവിടെ ഒരു സ്റ്റാൻഡപ്പ് ഉണ്ടാകും. അവിടെ നോക്ക്, ഏത് വിഷയത്തിൽ തകർന്നു കിടക്കുന്നോ അവിടെ അസാധാരണമായ ഉയർച്ചയുണ്ടാകും. നോക്ക് പ്രൈസ്, ഇവന്റെ ഉള്ളിൽ പ്രൈഡ് കയറി. എങ്ങനെയാ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായി അവിടെ വേർഷിപ്പ് നടക്കുമ്പോൾ നോക്കിയേ, സാറാഫുകളും നോക്ക് ആ ദൂതന്മാരെല്ലാവരും ചേർന്ന് അവിടെ ദൈവത്തെ, ഇവൻ മഹോന്നതനായ ദൈവം എന്ന് പറഞ്ഞ് ആരാധിക്കുമ്പോൾ അവൻ പറയാ, ഇല്ല ഞാൻ അതിന്റെ മേളിൽ കയറും. എവിടെയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പ്രൈഡ് കയറി പോയിട്ടുണ്ട്. നമ്മളൊക്കെ സാധാരണ മനുഷ്യൻ. ഞാൻ പറഞ്ഞില്ലേ, പാപം ചെയ്യണമെന്ന് വിചാരിച്ചൊന്നും ആരും പാപം ചെയ്യുന്നതല്ല. അതിന്റെ 12 യെശയ്യാ പ്രവചനം 14:12 ഒന്ന് വായിക്കാം. അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു, ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു. ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങളുടെ മീതെ വെക്കും. നോക്ക്, എന്റെ സിംഹാസനം ഞാൻ ദൈവത്തിന്റെ നക്ഷത്രങ്ങളുടെ മീതെ വെക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമന പർവ്വതത്തിന്റെ മേൽ ഞാൻ ഇരുന്ന് ഞാൻ അരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും. ഞാൻ അത്യുന്നതനോട് സമനാകും. എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. ഓക്കെ, എവിടെയാ പറഞ്ഞേ? തന്റെ ഹൃദയത്തിൽ താൻ പറഞ്ഞു. താൻ പറഞ്ഞ മാത്രമല്ല, താൻ കണ്ടവരോടൊക്കെ പറഞ്ഞു. കണ്ടോണം, ഒരു ദിവസം വരും. കണ്ടവരും വീണു, കേട്ടവരും വീണു. അല്ലേ? വെട്ടി എവിടെ ഇട്ടു? ഭൂമിയിൽ ആദ്യത്തെ പാപം സ്വർഗത്തിലാണ് ഉണ്ടായി. ഞാൻ ദൈവത്തോട് സമനാകും, അവന്റെ സിംഹാസനത്തിന്റെ മേളിൽ കയറും. എന്താ സംഭവിച്ചേ? പ്ലീസ്, അവനെ വെട്ടി ഈ ഭൂമിയുടെ പരപ്പിൽ വീണുവല്ലേ. ആദിമ മനുഷ്യനായ ആദാമിനെ എന്ത് ചെയ്തു? അവൻ തെറ്റിച്ചു കളഞ്ഞു. ആ ദൈവത്തോട് എന്നും ശത്രുത്വമാണ്. ആദാമിനെ എന്ത് ചെയ്തു? അവൻ തെറ്റിച്ചു കളഞ്ഞു. തലമുറകളെ തീർക്കുമെന്ന് നോക്ക്, തലമുറയിൽ കൊലപാതകമുണ്ടായി അല്ലേ? നോക്ക്, എന്തൊക്കെയാ നടന്നത്? തകർക്കാൻ, അറപ്പാനും മുടിക്കാനും മോഷ്ടിക്കാനും തകർക്കാൻ വരിക. വീടുകളെ, കുടുംബങ്ങളെ, കുടുംബജീവിതങ്ങളെ പിശാചിന്റെ അവൻ അറപ്പാനും മുടിക്കാനും മോഷ്ടിക്കാനും വരുന്നു. അതാ അവന്റെ തന്ത്രം. നോക്കി, ഇന്നും പിശാച് ഈസ് വർക്കിംഗ് ഇൻ ദ സെയിം ഓഫീസ്. പല വീടുകളെയും തകർക്കാൻ നോക്കുന്ന, ശത്രുത കൊണ്ടുവന്ന്, പ്രൈഡ് കൊണ്ടുവന്ന്. അവന് പ്രൈഡായിരുന്നു. ഞാൻ എന്നെ പോലെ വേറെ ആരും ഇല്ല, ഇതുപോലെ പാട്ട് പാടാൻ കഴിവുള്ള വേറെ ആരും, ഇതുപോലെ പ്രസംഗിക്കാൻ കഴിവുള്ള. നോക്ക്, പ്രൈഡ് കയറി, അറിയാതെ അഹങ്കാരം കയറി. എവിടെയെങ്കിലും നമ്മൾ അറിയാതെ അങ്ങനെ അഹങ്കാരം, എന്നെ കൊണ്ട് ചിലതൊക്കെ സാധിക്കുമെന്ന് വിചാരിച്ച് എന്തെങ്കിലും കയറിപ്പോയിട്ടുണ്ടെങ്കിൽ എന്റെ കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് താങ്ങി. ലെറ്റ് us come back. നോക്ക്, പ്രൈസ് ദി ലോർഡ്. നോക്കിയേ, സ്വർഗത്തിൽ ആദ്യത്തെ പാപം ഉണ്ടായെങ്കിൽ ആ ആദ്യത്തെ പാപത്തിന് പരിഹാരം വരുത്താൻ സ്വർഗം തന്നെ തുറക്കേണ്ടത് വന്നു. തന്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വാക്യമുണ്ട്. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രൈസ്, സദൃശ്യത്തിലായിരുന്നു 7 മുതൽ വായിച്ചു. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസ്യ രൂപമെടുത്തു. മനുഷ്യ സദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു. നോക്ക് പ്രൈസ്, ഹി വാസ് ഗോഡ്. സർവശക്തനായ കർത്താവ്. ദൈവത്തോട് ഹി വാസ് ഈക്വൽ ടു ഗോഡ്. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കും. തന്നെത്താൻ ഒഴിച്ചെന്ന് പറഞ്ഞപ്പോ he had no sin. അവനിൽ പാപമില്ലായിരുന്നു. പാപത്തിനല്ല താൻ ഒഴിച്ച്. കർത്താവാണെന്നുള്ള കാര്യം ഒഴിച്ച് താൻ എന്നെ പോലെ മനുഷ്യനായി. ബിഗസ്റ്റ് മിറക്കിൾ എന്നാന്നറിയോ? ഗോഡ് ബിക്കേം മാൻ. ദൈവം എങ്ങനെ മനുഷ്യനായി നോക്ക, അങ്ങനെ ഒരു വേഷം എടുത്തു കർത്താവ്. തന്നെത്താൻ ഒഴിച്ചു. മനുഷ്യനെ വിടുവിക്കാൻ, മാനവകുലത്തെ വിടുവിക്കാൻ ദൈവം മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് കർത്താവ് ഇറങ്ങി വന്നു. നോക്ക്, കർത്താവിനൊക്കെ ചിലത് ഒഴിച്ചു വെക്കേണ്ടതായിട്ട് വന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നോക്കിക്കേ, എവിടെയെങ്കിലും ഇവന് കയറിയത് പ്രൈഡാണ്. ലൂസിഫറിനുണ്ടായത് പ്രൈഡാണ്. പ്രൈസ്, നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും അതൊക്കെ കയറിപ്പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയാം, നിങ്ങൾക്ക് എഴുന്നേറ്റ് പ്രകാശിക്കാൻ ആഗ്രഹമുണ്ടോ? ഉയർച്ച പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? ചിലതൊക്കെ വിട്ടുകളയണം. മാനസാന്തരപ്പെടേണ്ട ഏറിയാകളിൽ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. ഞാൻ ആരോ ആണ്, എന്നെ കൊണ്ട് എന്തൊക്കെയോ പറ്റും,
എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പ്രൈസറോ ഒന്ന് കർത്താവ് ഇന്നത്തെ ദിവസം ഞാൻ വലിയ കളപ്പുര പണിയും ഇതൊക്കെ കൊയ്ത് ഞാൻ എന്റെ കളപ്പുരയിൽ വെക്കോ ഭയങ്കര സമൃദ്ധിയാണെന്ന് നോക്ക്. ചിലതൊക്കെ കാണുമായിരിക്കും, കൃപയാണ്. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൃപയാണ്, ഒന്നിലും അഹങ്കരിക്കാനില്ല. ലെറ്റ് us humble ourselves under his mighty hand. കർത്താവിന്റെ ശക്തിയേറെ ഭുജത്തിന്റെ കീഴിൽ നമുക്ക് താണിരിക്കാം. തക്ക സമയത്ത് നമ്മളെ നിശ്ചയമായിട്ടും കർത്താവ് ഉയർത്തും. ഇന്ന് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു കാര്യം, സ്റ്റാൻഡ് അപ്പ്. ഏത് കാര്യങ്ങളിലാണ്, എവിടെ തകർന്നു കിടക്കാണ്, സ്റ്റാൻഡ് അപ്പ്, എഴുന്നേറ്റ്. കാരണം എന്നാന്നറിയോ, അവൻ കൂടെ ഇരിക്കാൻ പോവുക. അവൻ വഴി അവിടെ താഴോട്ട യെശയ്യാ പ്രവചനം അവിടെ പറയുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. അതിന്റെ 60 പറയുകയാണ്, നീ ശോഭിക്കും, നിന്റെ ഹൃദയം വികസിക്കും. നാലാം വാക്യം, നീ തലപൊക്കി ചുറ്റും, 4-ാം വാക്യം വായിച്ചു, നീ തലപൊക്കി ചുറ്റും നോക്കുക, അവർ എല്ലാവരും ഒന്നിച്ചുകൂടി നിന്റെ അടുക്കൽ വരുന്നു, നിന്റെ പുത്രന്മാർ ദൂരത്ത് നിന്ന് വരും, നിന്റെ പുത്രന്മാർ ദൂരത്ത് നിന്ന് വരും, നിന്റെ പുത്രിമാരെ പാർശ്വത്തിൽ വഹിച്ചുകൊണ്ടുവരും, നിന്റെ പുത്രിമാരെ പാർശ്വത്തിൽ വഹിച്ചുകൊണ്ടുവരും. അപ്പോൾ നീ കണ്ട് ശോഭിക്കും, നിന്റെ ഹൃദയം പിടച്ചു വികസിക്കും, സമുദ്രത്തിന്റെ ധനം നിന്റെ അടുക്കൽ ചേരും. നോക്ക് എല്ലാ നന്മയും ഈ മാസം എവിടെയെങ്കിലുമൊക്കെ റിപ്പന്റ് ചെയ്യാനുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ വിട്ടുകളയാനുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് വിട്ടുകളഞ്ഞു. ഞാൻ ഒരു കാര്യം പറയാം, ഈ പിശാചിന് നമ്മുടെ ടുഗദർ വിത്ത് ജീസസോ നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലോ ഒന്നും പിശാചിന് പേടിയില്ല. പിശാചിന് നമ്മുടെ TV പ്രോഗ്രാമുകൾ പേടിയില്ല. പക്ഷെ പിശാച് പേടിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തിന്റെ വചനമാണ്. അതൊരു വ്യക്തി വാഗൊണ്ട് ഡിക്ലെയർ ചെയ്താൽ, ഒരു മലയോട് കടലിൽ പോയി ചാട് എന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെ സംഭവിക്കും. ഹിസ് വേർഡ് ഇസ് പവർഫുൾ. നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾക്ക് അസാധാരണമായ ശക്തിയുണ്ട്. ദൈവത്തിന്റെ വചനത്തിന് അസാധാരണമായ ശക്തിയുണ്ട്. പിശാചിന് മുട്ടൊന്നും ഇടിക്കത്തില്ല. ടുഗദർ വിത്ത് ജീസസ് എന്ന് പറഞ്ഞ മുട്ടൊന്നും ഇടിക്കത്തില്ല. പക്ഷെ യേശുവിന്റെ നാമത്തിൽ എന്നൊരു ദൈവ പൈതൽ വാഗൊണ്ട് വിളിച്ചു പറഞ്ഞാൽ ആ മുട്ട് മടക്കിയേ മതിയാകും. ഇറ്റ് ഈസ് ദ റിട്ടേൺ റൂൾ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യുന്ന റീൽസോ അതൊന്നും അല്ല കാര്യം. നമ്മുടെ ഏറ്റവും വലിയ കാര്യം നോക്കിയേ, യേശുവിന്റെ നാമമാണ്. അതകത്ത് കൊണ്ടു നടക്കുന്നവർക്കാണ്. എവിടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ മാനസാന്തരം എന്ന് അവിടെ പറയുകയാണ്, അതിക്രമം വിട്ടു തിരിഞ്ഞവരെ വീണ്ടെടുക്കും. അതിക്രമം ജീവിതത്തിൽ എവിടെയൊക്കെയാണ് ഉടഞ്ഞ് തകർന്ന് ദൈവത്തിൽ നിന്ന് എന്നെ ദൂരത്ത് കൊണ്ടുപോയത് എന്തൊക്കെയാണോ അവിടുന്ന് നമുക്ക് ലെറ്റ് us come back. കർത്താവ് പറയുന്നു, ഈ മാസം സെപ്റ്റംബർ യു വിൽ ഗെറ്റ് ബ്ലെസ്ഡ്. എല്ലാ ഏരിയയിലും ബ്ലെസ്ഡ് ആവും. തല ചാടി ഒന്ന് എഴുന്നേക്ക്, സ്റ്റാൻഡപ്പ്. അവരോട് പറയും, എഴുന്നേക്ക്, സ്റ്റാൻഡപ്പ്, ബ്ലെസ്ഡ് ആവും. എന്നാൽ അതിന് തൊട്ട് മുമ്പ് എവിടെയെങ്കിലും ഒക്കെ തിരിയാനുണ്ടെങ്കിൽ ലെറ്റ് us turn back, let us repent and turn. മനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുക. എന്നാൽ കർത്താവിന്റെ സന്മുഖത്ത് നിന്ന് നിങ്ങൾക്ക് ആശ്വാസകാലം. തങ്ബ്രർ എപ്പോഴും പറയും, ടൈം ഓഫ് റെസ്റ്റോറേഷൻ. തങ്ബ്രർ പറയും, ആ വാക്ക് പറയുന്നു. ഞാൻ പലപ്പോഴും ഐ ഹാവ് ഫെൽറ്റ് ദ പ്രസൻസ് ഓഫ് ലോർഡ്. ഈ ടൈം ഓഫ് റെസ്റ്റോറേഷൻ നോക്ക്, റിസ്റ്റോർ ചെയ്യും. റിസ്റ്റോർ എന്ന് പറയുന്നത് എവിടുന്ന് നീ വീണുപോയോ അവിടെ തിരിച്ചു കൊണ്ടുവരും. അവിടെ കർത്താവ് തിരിച്ച് അതെ യഥാസ്ഥാനപ്പെടുത്തും, അവിടെ തിരിച്ച് കൊണ്ടുവരും. ഞാൻ ആ പ്രാരംഭത്തിൽ പറഞ്ഞായിരുന്നു, നമ്മൾ ആരെങ്കിലും നമ്മൾ പാപം ചെയ്യണമെന്ന് വെച്ചൊന്നും പാപം ചെയ്തതല്ല. ദൈവത്തിൽ നിന്ന് അകന്നു പോകണമെന്ന് വിചാരിച്ചൊന്നും അകന്നു പോയതല്ല. വി ഹാവ് ഡ്രിഫ്റ്റഡ് അവേ. നമ്മൾ അറിയാതെ നമ്മൾ ഒഴുകിപ്പോയി. വി ഹാവ് ഡ്രിഫ്റ്റഡ് അവേ. പക്ഷേ വി ഹാവ് എ ചാൻസ് ടു കം ബാക്ക്. യേശുവെ എന്നൊന്ന് വിളിച്ചാൽ മതി. ഒരു സാധ്യതയുണ്ട്, തിരിച്ചു വരാനൊരു സാധ്യത ദൈവം തുറന്നു വെച്ചിട്ടുണ്ട്. ഒരു നാമം നമുക്ക് തന്നിരിക്കുക. ആ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷപ്പെടും. ദിസ് ഇസ് ഓപ്പൺ ടു ഓൾ. ഇത് 800 കോടി ജനത്തിനും ഇത് തുറന്നു വെച്ചിരിക്കുകയാണ്. യേശുക്രിസ്തു ഏതെങ്കിലും ഒരു മതത്തിന്റെ ഒന്നുമല്ല, ലോകരക്ഷകനാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും അവൻ നൽകുവാൻ സമ്പന്നനാണ്. ഹിസ് ഹൗ റിച്ച് ഗോഡ് ഈസ്. തന്റെ റിച്ച്നെസ് എന്ന് പറയുന്നത് തന്റെ ഹംബിൾനെസ് ആണ്. തന്നെ താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി. നോക്ക്, താൻ ഒഴിച്ചു. ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്. ദൈവമായിരുന്നു. ഞാൻ ആരാണെന്ന് അറിയാം. വേണമെങ്കിൽ അങ്ങനെ വരായിരുന്നല്ലോ. ഒരു വെള്ള കുതിരപ്പുറത്ത് ഒരു വാളുമൊക്കെ ഊരി പിടിച്ച് അങ്ങനെയൊന്നും അല്ല കർത്താവ്.
പ്രൈസ് ദി ലോർഡ്. നോക്കിയേ, എന്റെ നോക്ക്, തന്റെ ശുശ്രൂഷ ഐഹികമല്ല. നോക്ക്, എന്റെ കർത്താവിന്റെ എത്ര ഗ്ലോറിയസ്. എനിക്ക് ഐ ഫീൽ ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ, ദൈവ സാന്നിധ്യം, ഐ ഫീൽ ഹിസ് പ്രസൻസ്. കർത്താവ് ആരെയൊക്കെയോ തൊടുന്നത് കാണുകയാണ്. വീണ് കിടക്കുന്ന ചിലർ കുതിച്ചെഴുന്നേൽക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ എഴുന്നേറ്റിട്ടില്ലാത്ത തലത്തിൽ ഒരു കുതിച്ചെഴുന്നേൽ, ആരോടോ പറയാണ്, കുതിച്ചെഴുന്നേൽ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് തരാൻ പോവുകയാണ്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. The Lord will touch you. His mighty hand is upon you. ഓരോരുത്തരുടെ മേലും എന്റെ കർത്താവ് സ്പർശിക്കുന്നത്. ഞാൻ ഒരു ആണിപ്പാടുള്ള കരം ഈ പ്രഭാതത്തിൽ ഞാൻ കാണുകയാണ്. കർത്താവ് അനേകരെ തൊടുന്നത് ഞാൻ കാണുകയാണ്. വീടുകളെ തൊടുന്നത്, ഹൃദയങ്ങളെ തൊടുന്നത്, ജീവിതങ്ങളെ ട്രാൻസ്ഫോം ചെയ്യുന്നത്, രൂപാന്തരപ്പെടുത്തും. ഇരുട്ടും വെളിച്ചവും തമ്മിൽ എങ്ങനെ വ്യത്യാസമുണ്ടോ അതുപോലെ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകും. നിങ്ങളുടെ ഗോഡ് ഈസ് ഗോയിങ് ടു എൻലൈറ്റ് യുവർ ഡാർക്ക് പ്ലേസസ്. നിങ്ങളുടെ ഇരുണ്ട ജീവിതങ്ങളെ കർത്താവ് പ്രകാശമാനമാക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഉറപ്പാണ്. റൈസ് ആൻഡ് ഷൈൻ. പ്രകാശിക്ക്, പ്രകാശിച്ച് ദൈവത്തിന്റെ പ്രകാശം നിങ്ങളുടെ മേലെ നോക്ക്. യു ആർ ദ റേഡിയൻസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ പ്രകാശമാണ്, ദൈവത്തിന്റെ പ്രതിഫലനമാണ്. Praise the Lord. He is going to change you. He is going to change your life. നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ സ്വഭാവത്തെ, നിങ്ങളുടെ ഭൗതികമായ തലങ്ങള്, നിങ്ങളുടെ ആത്മീയ ജീവിതം, എല്ലാ മേഖലകളിലും He is going to change. So നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാം. He is touching. എനിക്ക് കാണാം, എന്റെ കർത്താവ് തൊടുന്നത് എനിക്ക് കാണാം. His hand is still bleeding. കേട്ടോ, എന്റെ കർത്താവിന്റെ മുറിവ് ഇന്നും ഉണങ്ങിയിട്ടില്ല. ആ മുറിവേറ്റായിരിക്കുക. ഹിസ് ബ്ലീഡിങ്. പ്രൈസ് ദി ലോർഡ്. എന്തിനു വേണ്ടിയാണ്? എന്റെ പാപത്തെ കഴുകിക്കളയാൻ. ഹിസ് ക്ലെൻസിങ് എവറി ഏരിയ ഓഫ് യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിന്റെ ആകമാനം ഉള്ളങ്ങളെ തൊടുകയാണ്. അന്തരേന്ദ്രിയ ഭാഗങ്ങളെ എന്റെ കർത്താവ് തൊടുകയാണ്. ഐ വിൽ ഗിവ് യു എ ന്യൂ ഹാർട്ട്. പുതിയ ഹൃദയം. ചില ട്രാൻസ്പ്ലാന്റിംഗ് ഒക്കെ ഇന്ന് പ്രഭാതത്തിൽ നടക്കുകയാണ്. ഞാൻ പുതിയൊരു ഹൃദയം നിങ്ങൾക്ക് ഒരു ഇംപ്ലാന്റ് കർത്താവ് അകത്ത് ഒരു ഇംപ്ലാന്റ് ചേഞ്ച് ചെയ്യും. സ്വഭാവം മാറും, വാക്ക് മാറും, സംസാരം മാറും. നിൽക്കുന്ന നിലയിൽ നിങ്ങളെ ആകമാനം എന്റെ കർത്താവ്. We are going to pray. എത്ര പേർ പറയും, കർത്താവേ എന്നെ ഒന്ന് തൊടണമേ. I want your touch. നിന്റെ സ്പർശകൾ എന്നോട് വരും. ആ കഥ ഫ്രണ്ട് ഓർ വീടിന്റെ ഒന്ന് തുറന്നിട്ട് പറഞ്ഞേ, വെൽക്കം ഹോം. കർത്താവിനോട് പറഞ്ഞേ, ഐ വെൽക്കം യു. വെൽക്കം ടു അവർ ഹോം. കർത്താവെ, ഞങ്ങളുടെ വീട്ടിലേക്ക് കർത്താവിന് സ്വാഗതം. ആരൊക്കെ പറയും, ഞങ്ങളുടെ ഭൗതിക രംഗം, ഞങ്ങളുടെ സാമ്പത്തിക ഏറിയ, ഞങ്ങളുടെ തലമുറകളുടെ ജീവിതം ഒന്ന് സ്വാഗതം ചെയ്ത് കർത്താവിന്റെ ഒരു സ്വഭാവം വെൽക്കം ചെയ്താലേ വരുവുള്ളൂ. നോക്ക്, കർത്താവ് വാതിക്കെ നിന്ന് മുട്ടുന്നു. നോക്ക്, കർത്താവിന്റെ സ്വഭാവം ഈ ഡോറിന് പുറത്ത് തള്ളി തുറക്കാൻ ലോക്കില്ല, അകത്തുനിന്നേ ലോക്കുള്ളൂ. യു ക്യാൻ ഓൺലി ലോക്ക് ജീസസ്. ആരോട് പറയും, യു ക്യാൻ ഓൺലി ലോക്ക് ജീസസ്. ഈസ് ഓൾവേസ് നോക്കിംഗ് അറ്റ് ദ ഡോർ. പുറത്തുനിന്ന് തുറക്കത്തില്ല, അകത്തുനിന്ന് തുറക്കണം. എന്നാ പുറത്ത് നിൽക്കുന്ന യേശു അകത്ത് വരും. ഇതിന്റെ വെളിയിലല്ല ലോക്ക്, അകത്താ ലോക്ക്. ഇഫ് യു ആർ റെഡി ടു അൺലോക്ക്, you are ready to give your portion to Jesus. യേശുവിന് നിങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഗം നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. യേശു വാഴട്ടെന്നേ നമ്മുടെ ഹൃദയങ്ങളിൽ, നമ്മുടെ ജീവിതങ്ങളിൽ വാഴട്ടെന്നേ. യേശു ആകട്ടെ സെൻട്രൽ ഓഫ് അട്രാക്ഷൻ. നമ്മുടെ വീടിന്റെ സെൻട്രൽ ഓഫ് അട്രാക്ഷൻ യേശു ആകട്ടെ. നമ്മൾ ചെയ്യുന്ന ഡെക്കോഴ്സ് ഒന്നും അല്ല, യേശു. പ്രൈസ് ദി ലോർഡ്. മഹോന്നതനായ കർത്താവ്, സർവശക്തനായ കർത്താവ്, സ്വർഗം തന്റെ സിംഹാസനവും ഭൂമി തന്റെ പാദപീഠവുമായ വലിയ കർത്താവ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ, യേശു വന്ന വീടെല്ലാം ബ്ലസ്ഡ് ആയില്ലേ? ലാസറിന്റെ വീട് ബ്ലസ്ഡ് ആയില്ലേ? യേശു ഒരു വീട്ടിൽ കയറി അവിടെ ജനം തിങ്ങി തിരക്കിക്കൊണ്ടിരുന്ന ആ വീട്ടിൽ അത്ഭുതം നടന്നില്ലേ? യേശുവിനെ കൈക്കൊള്ളുന്നവർ കേട്ടോ, റിസീവിങ്. ആ ഡോറൊക്കെ ഒന്ന് തുറന്നു വെച്ചിട്ട് പറഞ്ഞ, കർത്താവേ വെൽക്കം ഹോം, ഞങ്ങളുടെ വീട്ടിലോട്ട് സ്വാഗതം. പ്രാർത്ഥിക്കാം.
യേശുവേ സ്തോത്രം കർത്താവേ. ഇന്നത്തെ ദിവസത്തിനായിട്ട് നന്ദി കർത്താവേ. പുതിയൊരു മാസത്തിന്റെ ആരംഭത്തിലേക്ക് ഞങ്ങൾ കയറിയിരിക്കുമ്പോൾ ഞങ്ങൾ എവിടെ വീണ് കിടക്കുവാണോ അവിടുന്ന് എഴുന്നേൽക്കുവാൻ കേട്ട വചനത്തിൽ വിശ്വസിച്ച് ഞങ്ങൾ ഓരോരുത്തരും ആ കർത്താവിന്റെ കരം പിടിച്ച് ഞങ്ങൾ എഴുന്നേൽക്കുക കർത്താവേ. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം ഉദിച്ചിരിക്കുന്നു പറഞ്ഞിരിക്കുന്ന വചനം ഓരോ മക്കളുടെ മേലും പറഞ്ഞു വിടുന്ന കർത്താവേ. കടഭാരത്തിലാണോ, രോഗത്തിലാണോ, നിരാശയിലാണോ, ഭാരത്തിലാണോ, കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളാണോ, കുഞ്ഞുങ്ങളുടെ ഭാരങ്ങളാണോ, യേശുവിന്റെ നാമത്തിൽ എല്ലാം മാറി നിങ്ങൾ എഴുന്നേൽക്കാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ എല്ലാ വിഷയങ്ങൾക്കും വിടുതലാകട്ടെ. അത്ഭുതങ്ങൾ ജീവിതത്തിൽ നടക്കട്ടെ. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ കൊണ്ട് കർത്താവ് നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സാന്നിധ്യം ഓരോ മക്കൾക്കും കൂട്ടായിരിക്കണമേ. പരിശുദ്ധാത്മാവെ നീ തൊടണമേ, പരിശുദ്ധാത്മാവെ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ ഹൃദയഭാരങ്ങൾ മാറിപ്പോട്ടെ. അത്ഭുതങ്ങൾ ജീവിതത്തിൽ നടക്കട്ടെ. ദൈവശക്തിയാൽ ഓരോ മക്കളും നിറയുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പറയും, ഈ മാസത്തെ ഞാൻ അനുഗ്രഹിക്കുക. യേശുവിൻ നാമത്തിൽ കർത്താവ് ഈ മാസത്തെ അനുഗ്രഹിക്കുക. ഈ മാസം പ്രതികൂലമായി നിൽക്കുന്ന സകലതും യേശുവിന്റെ നാമത്തിൽ ദൈവമക്കളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് അനുകൂലമായി വരട്ടെ. കർത്താവെ അത്ഭുതകരമായ ചില വാതിലുകൾ അവർക്കായി തുറക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഇന്ന് ഞങ്ങൾ കേട്ടതുപോലെ റൈസ്, എഴുന്നേറ്റ് പ്രകാശിക്കുക. യേശുവിന്റെ നാമത്തിൽ ആരോട് പറയുകയാണ്, സ്റ്റാൻഡപ്പ്. ആ സിറ്റുവേഷനിൽ കുതിച്ചൊന്ന് എഴുന്നേറ്റ് അനുഗ്രഹിക്കപ്പെടും. യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വൻ കൃപ കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം. രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. എല്ലാ ബന്ധനങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറാൻ ഞാൻ കൽപ്പിക്കുന്നു. അത്ഭുത വിടുതലുകൾ ഉണ്ടാകട്ടെ. ഭവനങ്ങളെ അവിടുന്ന് തൊടുന്നതിനായി സ്തോത്രം. അസാധാരണമായ ദൈവശക്തി കർത്താവ് വീടുകളുടെ മേൽ വീഴട്ടെ. മഹത്വം വീഴട്ടെ, ഗ്ലോറി വീഴട്ടെ, സമാധാനം ഉണ്ടാകട്ടെ, സന്തോഷം ഉണ്ടാകട്ടെ, വലിയ ഉയർച്ച ഉണ്ടാകട്ടെ, ഭൗതികമായ നന്മ ഉണ്ടാകട്ടെ. ആത്മീയ രംഗങ്ങളിൽ യേശുവിന്റെ നാമത്തിൽ കർത്താവിൽ ആഴമായ വിശ്വാസം കർത്താവ് പകരുന്നതിനായി സ്തോത്രം. മാനസാന്തരപ്പെടുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഹൃദയങ്ങളിൽ കർത്താവ് ഇറങ്ങി വസിക്കുന്നതിനായി, ദൈവരാജ്യം അകത്ത് വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകൾ കൊണ്ടും നിറയ്ക്കണം. ആ കൈയൊക്കെ ഒന്ന് ഉയർത്തി നിങ്ങളായിരിക്കുന്ന ദേശത്തെ ഒന്ന് അനുഗ്രഹിച്ച് കർത്താവെ, ഞങ്ങളുടെ ദേശത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ കേരളത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ ഭാരത രാജ്യത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇന്ത്യ അനുഗ്രഹിക്കപ്പെടട്ടെ. എത്ര പേർ പറയുന്നു ഇന്ത്യ അനുഗ്രഹിക്കപ്പെടട്ടെ? യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ ഭരണത്തിൽ ഇരിക്കുന്നവരെ അനുഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ പ്രധാനമന്ത്രിയെ അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പ്രസിഡന്റിനെ അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ കർത്താവെ അനുഗ്രഹിക്കുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങളുടെ സംസ്ഥാന മന്ത്രിമാര് യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങളുടെ ലെജിസ്ലേറ്റീവ് മെമ്പേഴ്സ് രാജ്യസഭയിലും ലോകസഭയിലും അസംബ്ലികളിലും യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവെ, ഭാരതത്തെ അവിടുന്ന് തൊടണമേ. അവിടുന്ന് ഒരു ഉണർവ് വായിക്കുന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു മൈ ഫാദർ. എല്ലാ നാച്ചുറൽ കല ഞങ്ങൾ കേൾക്കുകയാണ്. വടക്കേ ഇന്ത്യയിലൊക്കെ കാശ്മീരിലും ഹിമാചൽ പ്രദേശിലും പഞ്ചാബിലും ഒക്കെ ഒത്തിരി നാച്ചുറൽ കലാമിറ്റീസ് ഈ ദിവസങ്ങളിൽ ഞങ്ങൾ കേൾക്കുന്നു. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ നോർത്ത് കേരളയിൽ, വയനാടില് ഒക്കെ ഞങ്ങൾ ഒത്തിരി നാച്ചുറൽ കലാമിറ്റീസ് കേൾക്കുന്നു. കർത്താവെ, അവിടുത്തെ ദിവ്യ സംരക്ഷണം, അവിടുത്തെ ചിറക് വിരിക്കുന്ന പോലെ ഞങ്ങളുടെ രാജ്യത്തിന്റെ മേൽ ചിറക് വിരിക്കണമേ. അവിടുത്തെ വലിയ സംരക്ഷണം ഉണ്ടാകട്ടെ. ഞങ്ങളുടെ ജനത്തെ കർത്താവ് സംരക്ഷിക്കുന്നതിനായി സ്തോത്രം. താങ്ക് യു മൈ ഫാദർ. ഭാരതം യേശുവിന്റെ ആയി മാറുന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സോ കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സോ എറൈസ് ആൻഡ് ഷൈൻ. ഈ മാസം നമ്മുടെ ഒരു ഓൺലൈൻ പ്രോഗ്രാമിന്റെ പേരാണ്. റോണക് ബ്രദർ എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് ലീഡ് ചെയ്യുന്ന പ്രോഗ്രാമിന്റെ പേര് എറൈസ് ആൻഡ് ഷൈൻ. എറൈസ് നോക്ക്, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ എറൈസ്. ഒറ്റ ചോദ്യമേ ഉള്ളൂ, നിങ്ങൾ എഴുന്നേക്കോ? സ്റ്റാൻഡപ്പ് ആൻഡ് സ്റ്റാൻഡ് ഔട്ട്. നിങ്ങളൊരു വ്യത്യസ്തനായ വ്യക്തിയാണ്. ബിക്കോസ് കർത്താവിന്റെ മഹത്വം നിങ്ങളുടെ മേൽ ഉദിച്ചിരിക്കുക. So God bless you. Have a wonderful day and share the video also. Video share ചെയ്യണം. Let it be a blessing to many people. കർത്താവ് അനുഗ്രഹിക്കട്ടെ. Bless you. Love you all. God bless you.